ഉച്ചയ്ക്ക് ചോറിനൊരു മീൻ കറി വേണം. അപ്പം ഞാൻ ജോജിയെ സ്കൂളിൽ വിട്ടിട്ട് വന്നപ്പോഴത്തേക്കും 1/2 കിലോ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. 1/2 കിലോ ദശക്കട്ടിയുള്ള മീൻ. അത് വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നല്ലൊരു മീൻ കറി വെക്കാം. ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ വേണം. എണ്ണ അത് കഴിയുമ്പം അതിനകത്ത് ഒരു ടീസ്പൂൺ കടുകിടണം. ടീസ്പൂൺ അളവിലൊന്നും നമ്മളങ്ങനെ വെക്കാത്തത് കൊണ്ട് ഈ കറക്റ്റ് അളവ് കിട്ടത്തില്ല. ഞാനൊരു പാങ്ങിനങ്ങിടും. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പം ഒരു ടീസ്പൂൺ ഉലുവ ഇടണം. ചില ഉലുവ പൊടി ചേർക്കും. ഞാനിപ്പോൾ ഉലുവ പൊടിയല്ല, ഉലുവ ഇടും. ഞാനിങ്ങനെയാണ് സാധാരണ വെക്കാറ്. അതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ടു കടുക് പൊട്ടിക്കും. കടുകും ഉലുവയും പൊട്ടിയേ. ഇനി അതിനകത്തോട്ട് ചുമന്നുള്ളി ഇടും. ഒരു 10-15 കൊച്ചുള്ളി അരിഞ്ഞത്, പിന്നെ 2-3 മുളക്. ഈ മുളക് ഒരു 3 എണ്ണം ഇട്ടാൽ മതി, കാരണം മറ്റേ എരിവുള്ള മുളകാണ്, സാധാ പച്ചമുളകല്ല. അത് കഴിയുമ്പം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി നോക്കിയപ്പോഴേ വെളുത്തുള്ളി തീർന്നിരിക്കുക. ഞാൻ നോക്കിയപ്പം വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ചേർത്തില്ല. ഇതേ കറിവേപ്പിലയാണ്. നമുക്ക് മുറ്റത്ത് കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കസിൻ്റെ വീട്ടിൽ നിന്ന് കറിവേപ്പില കൊണ്ടുവന്നിട്ട് ഫ്രോസൺ ചെയ്ത് വെക്കും. അത് കുറച്ച് ഒരാഴ്ചത്തേനൊക്കെ ഉള്ള കറിവേപ്പില അങ്ങനെ വെക്കുക. താഴെ മുറ്റത്ത് അപ്പം പോയി പറിച്ചെടുക്കാൻ കറിവേപ്പിലയില്ല. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എന്നാ വെച്ചാലും കറിവേപ്പില കൂടുതലിടണം. ഇപ്പോഴാണ് കറിവേപ്പില തലമുടി വളരാനൊക്കെ നല്ലതാണെന്ന് മനസ്സിലായി. നേരത്തെ കറിവേപ്പിലയൊന്നും വേണമെന്നില്ല. ഇത് നല്ലോണം മൂത്ത് കഴിയുമ്പോഴത്തേക്കും, മൂത്ത് നല്ല കുഴഞ്ഞൊരു പരുവാകും. അന്നേരം ഇതിനകത്ത് തക്കാളിക്ക ചേർക്കണം. ഇത്രയും സാധനം മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് തക്കാളിക്ക ചേർക്കണം. 2 തക്കാളിക്കയാണ്, വലിയ തക്കാളിക്കയല്ല, ഒരു മീഡിയം സൈസ് തക്കാളിക്ക 2 എണ്ണം ചേർക്കും. ഇതൊന്ന് ഇതിനകത്ത് കിടന്ന് അലുത്ത് വരണം. ഇതിനകത്തിങ്ങനെ ഇളക്കുമ്പം തന്നെ കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പം പെട്ടെന്ന് അലുക്കും. എന്നിട്ട് നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം കൊണ്ട് ഇളകി പേസ്റ്റ് പോലെ ആകും. ഈ തക്കാളിക്കായും മുളകും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കിടന്നിട്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കല്ലേലും ചട്ടിക്കകത്തേ മീൻകറി വെക്കുള്ളൂ. വീഡിയോ എടുക്കാനല്ല, അല്ലാതെ എപ്പോഴാണെങ്കിലും ഞാൻ ചട്ടിക്കകത്താണ് മീൻകറി വെക്കുന്നത്. മീൻകറി ഞാൻ വേറെ പാത്രങ്ങളിലൊന്നും വെക്കാറില്ല. നോൺ സ്റ്റിക്കിലോ അലുമിനിയത്തിലോ ഒന്നും വെക്കത്തില്ല. പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത മീൻകറി ആണെങ്കിൽ വളിച്ചു പോവും എന്നെല്ലാവരും പറയും. അയ്യോ, തേങ്ങാപ്പാൽ ചേർത്ത മീൻകറി ഒരു ദിവസം ഇരിക്കുള്ളൂ എന്ന്. ഒന്നുമില്ല, 2-3 ദിവസം നല്ല സുഖമായിട്ടിരിക്കും. രാവിലെ ചൂടാക്കി വെക്കണം എന്നേ ഉള്ളൂ. നല്ലോണം തിളപ്പിച്ചിട്ട് വെച്ചിരുന്ന ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിട്ടിരിക്കും. ഒരു പകുതി ഭാഗം ഇപ്പം വെന്ത് കുഴഞ്ഞിട്ടുണ്ട് തക്കാളിക്ക. കുറച്ചും കൂടെ വെന്ത് കുഴയണം, നല്ല പേസ്റ്റ് പോലെ ആവും. അന്നേരമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. കല്യാണം കഴിഞ്ഞ സമയത്തേ എനിക്ക് മീൻകറി വെക്കാനൊന്നും കറക്റ്റ് അറിയത്തില്ല. മുളകിട്ട മീൻകറി മാത്രമേ അറിയത്തുള്ളൂ. മീൻകറിയുടെ കുറേ വെറൈറ്റി എൻ്റെ കെട്ടിയോൻ്റെ അമ്മ ലുല്ലിയമ്മച്ചി പഠിപ്പിച്ചതാണ്. ലുല്ലിയമ്മയ്ക്ക് അമ്മ വെക്കുന്ന മീൻകറി എന്നാ ടേസ്റ്റാണെന്നോ. അമ്മ വെക്കുന്ന മീൻകറിയുടെ ടേസ്റ്റ് കണ്ട് അമ്മ ഓരോന്ന് ചെയ്യിക്കും. അത് ഇത് ചെയ്യുക, തേങ്ങാപ്പാലെടുക്കുക, അത് അങ്ങനെ വെക്കുന്നു. അങ്ങനെ
അമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്നാണ് ഞാൻ മീൻകറി വെക്കാൻ പഠിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് മീൻകറി വെക്കും, പക്ഷേ സാധാ മുളക് പൊടി ഇട്ട മീൻകറി മാത്രമേ വെച്ചിട്ടുള്ളൂ. അതെന്നെ നമ്മുടെ വീട്ടിലെ മോളി ചേച്ചിയും ഗിരി ചേച്ചിയൊക്കെയാണ് എന്നെ മീൻകറി വെക്കാൻ പഠിപ്പിച്ചത്. അമ്മച്ചിക്ക് ജോലി ഉള്ളത് കൊണ്ട് അമ്മച്ചി പകൽ വീട്ടിൽ കാണത്തില്ലോ. അപ്പം മീൻകാരൻ വരുമ്പോഴത്തേക്ക് ഞാൻ മീൻ മേടിച്ചിട്ട് അവരോട് ചോദിച്ചിട്ട് വീട്ടിൽ പോയി വെക്കും. എന്നിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഓടി മോളി ചേച്ചിയുടെ അടുത്ത് പോകും. എന്നിട്ട് ചോദിക്കും, മോളി ചേച്ചി ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കി എന്നാ ചെയ്യണമെന്ന്. അങ്ങനെ മോളി ചേച്ചി പറഞ്ഞു തന്ന് മീൻകറിയൊക്കെ വെക്കുമായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് വിൻചാട്ടിൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഭയങ്കര കുക്കാണ്. ഭയങ്കര കുക്കെന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന സാധനത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ചെയ്തില്ലേലും അമ്മ ഒന്നും പറയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ കയറി നിൽക്കുമായിരുന്നു. അന്ന് ആ തുടക്കത്തിൻ്റെ ഒരു ആവേശത്തിൽ എനിക്ക് മീൻകറി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അടുക്കളപ്പണി ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പിന്നെ ആയപ്പം പഠിക്കും. ടൊമാറ്റോ നല്ലോണം വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു പേസ്റ്റ് പോലെ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അത്രയും കൂടി ഇടുക. അത്രയും ഇട്ട് നന്നായിട്ടൊരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഇളക്കുക. എണ്ണ കുറവായതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എണ്ണയൊന്നും ചേർക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ മൂത്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഈ അരപ്പ് മൊത്തം ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം. കട്ടയൊക്കെ മാറി നല്ലോണം കലങ്ങണം. ചാറിന് മൊത്തത്തിനുള്ള വെള്ളം ഒന്നും ഇപ്പോൾ ഒഴിക്കണ്ട, നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്, അത് കണ്ടിട്ട് ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി. അതിനകത്തോട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ പുളിവെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ അത്രയും വെള്ളവും ഒരു 4 ചുള കുടംപുളിയുണ്ട്. 4 ചുള കുടംപുളി. ഞാൻ കുടംപുളി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിരുന്നു. അപ്പം പുളി ഇറങ്ങിയിരിക്കുമായിരിക്കും. ഇനി കുറച്ച് നേരം കിടന്ന് തിളച്ചാൽ മതി. അപ്പോഴത്തേക്കും നല്ല പുളിയൊക്കെ ഇറങ്ങി അരപ്പ് തിളയ്ക്കുമ്പം അതിനകത്തോട്ട് മീൻ പെറുക്കിയിടാം. തിളയ്ക്കട്ടെ. ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്, പുളിയൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ടോ. അപ്പോൾ അതിനകത്തോട്ട് മീൻ കഷ്ണം പെറുക്കിയിടണം. നല്ല ദശക്കട്ടിയുള്ള, ഇതിപ്പം ഓലക്കൊടിയനാന്ന് തോന്നുന്നു. ദശക്കട്ടിയുള്ള എന്നാ മീൻ വേണേലും ഇടാം. ഇനി അല്ല അയല മീനോ കിളിയോ എന്ത് മീനായാലും കുഴപ്പമില്ല, എല്ലാ മീനിനും ഇങ്ങനത്തെ കറി വെക്കാം. ഇതിനി ഒന്ന് തിളയ്ക്കണം. അവിടെ തിളയ്ക്കട്ടെ. നല്ല തീയിൽ, തീ കുറയ്ക്കുകയും കൂട്ടുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇരുന്ന് തിളച്ചാൽ മതി. മീൻകറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത് കഷ്ണം പൊടിയത്തൊന്നുമില്ല, സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി വിട്ടാൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ ചട്ടി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചാൽ മതി. ചട്ടിക്ക് നല്ല ചൂടാണ്, അതുകൊണ്ട് തുണി വേണം ചുറ്റിക്കുമ്പോൾ. ഇനി തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇളക്കാം. തേങ്ങാപ്പാലേ ഞാൻ ആദ്യമേ പിഴിഞ്ഞു വെച്ചായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കറുത്ത ഉറുമ്പ് പോലത്തെ ഒരു ഈക്കിളി ഉറുമ്പെന്ന് പറയുന്ന സാധനമുണ്ട്, അത് കയറാൻ നോക്കുക. ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ നടുക്കെടുത്ത് തേങ്ങാപ്പാൽ വെച്ചു. അപ്പം എങ്ങനെ കയറും? തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് 1 കപ്പ് തേങ്ങാപ്പാലുണ്ട്. മീഡിയം കട്ടിക്ക്, നമ്മൾ കറിക്കൊക്കെ ചേർക്കുന്ന ഒരു കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് കറിയുടെ കളറൊക്കെ ഒന്ന് മാറിയില്ലേടാ. ഇതിനി ഒരു ശകലം നേരം ഇരുന്ന് തിളയ്ക്കണം. ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മൂടി വെക്കാം.
ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്നിട്ടൊന്ന് ഇളക്കി വെക്കാം. ഇളക്കി ഒന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കി കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് കുറവാണ്, ബാക്കിയൊക്കെ കറക്റ്റ്. ഉപ്പൊക്കെ അവനവൻ്റെ പാകത്തിന് ഇട്ടോണം. ഉപ്പൊക്കെ കറക്റ്റായി. ഇനി ഇത് തിളച്ചൊന്ന് വറ്റിയാൽ മതി. തിളച്ച് വറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ തേങ്ങാപ്പാലിൻ്റെയും നമ്മൾ ചേർത്ത എണ്ണയെല്ലാം തെളിഞ്ഞ് വരുമ്പം ഓഫ് ചെയ്യാം. മീൻകറി റെഡിയായി. കണ്ടോ, ഇത്രയും വറ്റിയാൽ മതി. ചാറ് വേണ്ടവർക്ക് കുറച്ചും കൂടെ നീട്ടിയൊക്കെ വെക്കാം. ഇവിടെ ഒത്തിരി ചാറ് വേണ്ട. ഇവിടെ ഇങ്ങനെ ചെറിയ മീഡിയം ചാറാണ് എല്ലാവർക്കും ഇഷ്ടം. ചാറ് കറി എന്തെങ്കിലും കാണുമല്ലോ, അപ്പം ഇത്രയും ചാറ് മതി. ഇത് ഇന്ന് കൂട്ടാൻ സൂപ്പറാണ്. നാളെയാണെങ്കിൽ ഇതിലും നല്ലതാണ്. രാവിലെ ഒന്ന് തിളപ്പിച്ച് വെക്കണം എന്നേ ഉള്ളൂ. എല്ലാം സൂപ്പർ. ഇച്ചിരി കപ്പ വേവിച്ചതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ഇപ്പോൾ ഇത് എന്നത്തിൻ്റെ കൂടെ കഴിച്ച് കാണിക്കും. ഇടിയപ്പം ഇരിപ്പുണ്ട്, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിച്ച് കാണിക്കാം. റെഡിയാ, തീ നിർത്താം. ഞാൻ 2 ഇടിയപ്പമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ കാപ്പി കുടിച്ചതാണ്. എന്നാലും ഈ മീൻകറി കൂട്ടി എന്താ പക്ഷേ ഇടിയപ്പത്തിനേക്കാളും നല്ലത് കപ്പയോ ചപ്പാത്തിയോ പത്തിരിക്കൊക്കെ നല്ലതായിരിക്കും. പത്തിരി മീൻകറി പക്ഷെ അത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മീൻകറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എരിവൊക്കെ അവനവൻ്റെ പാകത്തിന് കൂട്ടിയോ കുറച്ചോ ഒക്കെ ഇട്ട് ഉണ്ടാക്കാം. ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആരെങ്കിലുമൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയായി ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ, എന്നിട്ട് വേറെയും പണികളുണ്ട്. കഷ്ടപ്പാടാണ്.